സ്പ്രിങ്ങിലെ ആദ്യത്തെ പൂക്കളാണ് ഈ ട്യൂലിപ്സ്. പല സമയത്തായിട്ട് ഞാൻ നട്ട ട്യൂലിപ്സാണ്, പല കളേഴ്സിൽ. കുറച്ച് ദിവസം പൂത്തിട്ട് പോവും, പിന്നെ അടുത്ത സ്പ്രിങ്ങിലേ ഉള്ളൂ. പക്ഷേ വളരെ സന്തോഷമാണ് ഈ പൂക്കൾ കാണുമ്പോൾ. നമ്മുടെ കണിക്കൊന്നയും ഇതിലെ മഞ്ഞപ്പൂക്കളാണ്. വിഷു ആയപ്പോൾ ഞാൻ മഞ്ഞപ്പൂക്കൾ പറിച്ചു, പിന്നെ ഫ്ലവർ വാസിലായി. ഭംഗിയല്ലേ ക്രാബ് ആപ്പിൾ. അതിൻ്റെ ഫുൾ ഗ്ലോറിയിലാണ് ഇപ്പോൾ. കാരണം ഇനി 2 ദിവസം കഴിയുമ്പോൾ ഇതിൽ മുഴുവൻ ഇലയായി മാറും. അതോടെ ഈ ഭംഗി പോയി. വെറും ഒരു മരം, അതുവരെ പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഹലോ, വെൽക്കം. കുറേ നാളായി ഞാനിങ്ങനെ ഒരു വ്ളോഗ് ചെയ്തിട്ട്. ഒരു വ്ളോഗെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയാണ്. ഇന്ന് ഏപ്രിൽ 23, നമ്മൾ 10ാം ഉദയം എന്ന് പറഞ്ഞ്, അതായത് വിഷു കഴിഞ്ഞ 10ാമത്തെ ഉദയം. നമ്മളന്ന് വളരെ ആസ്പിഷ്യസ് ആയിട്ട് വച്ചിരിക്കുന്ന ദിവസം, പല കാര്യങ്ങളും തുടങ്ങാൻ, പല കാര്യങ്ങളും ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ദിവസമാണ് ശരിക്കും 10ാം ഉദയം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ നടന്ന സംഭവങ്ങൾ അറിഞ്ഞ ശേഷം സാഹിത്യത്തിൽ പറഞ്ഞ മനസ്സ് ആകെ ചഞ്ചലപ്പെട്ടു എന്ന് തന്നെ പറയാം. ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ദേഷ്യത്തിനേക്കാളും സങ്കടം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളൊന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് തെറ്റ് ചെയ്തത് ഇതനുഭവിക്കാൻ എന്നുള്ള. നമ്മൾ ജീവിച്ചിരിക്കുന്നവർ അങ്ങനെ പറയാം, മരിച്ചവർ അതേത് മതമായിക്കോട്ടെ. ഞാൻ ഒരു ഹിന്ദുവായി, മരിച്ചതും ഹിന്ദുവായി, കോയിൻസിഡൻസ് അല്ല എന്നുള്ളതാണ് സങ്കടം. ഇപ്പോൾ നമുക്ക് പലയിടത്തും അറ്റാക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അമേരിക്കയിലാണ് ജീവിക്കുന്നത്. ഇവിടെ എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാം ന്യൂസ് പേപ്പറിൽ വായിക്കുന്നില്ലേ? ചർച്ചിൽ, സ്കൂളിൽ, കോളേജിൽ, തിയേറ്ററിൽ, കൺവീനിയൻസ് സ്റ്റോറിൽ, ഹൈവേയിൽ, എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇവിടെ പറയുന്ന പോലെ റോങ് പ്ലേസ് അറ്റ് ദ റോങ് ടൈം. അത് കഴിഞ്ഞ് എന്തുണ്ടാവും? ഒരു കാൻഡിൽ ലൈറ്റ് വിജിൽ. അതുകൊണ്ട് എന്ത് സംഭവിക്കാനാ? അടുത്ത ഷൂട്ടിംഗ് നിർത്തുന്നുണ്ടോ? വയലൻസ് കുറയുന്നുണ്ടോ? ഇതൊരു ക്രാബ് ആപ്പിളാണ് ഇപ്പോൾ കണ്ടത്. ക്രാബ് ആപ്പിൾ പല ടൈപ്പ് ഉണ്ട്, പല കളറുണ്ട്. പിങ്കിഷ് കളർ, ഇത് വൈറ്റും പിങ്കും ഉള്ള നല്ല രസമുള്ള ഒരു മരമാണ്. പക്ഷേ ഈ സമയത്ത് മാത്രമേ ആ പൂവൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഒരു മരം. എൻ്റെ ഒരു കുടുംബത്തിലെ ഒരാളായിട്ട് ഞാൻ സംസാരിക്കാൻ ഇടയായി. അപ്പോൾ പറഞ്ഞൊരു രസകരമായ കാര്യമുണ്ട്. രസകരം എന്ന് പറഞ്ഞാൽ അങ്ങനെ സന്തോഷിക്കാനുള്ള കാര്യമൊന്നുമല്ല. ഓ, അതിൽ മതമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അത് ഏത് മതത്തിലുള്ള ആൾക്കാരായിക്കൂടെ? അപ്പോൾ ജയ് ശ്രീരാമൊക്കെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലൊക്കെ അടിച്ച സംഭവമൊക്കെ ഇല്ലേ? അതിലൊന്നൊരു ഡൗട്ടേ ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ അത് അറിയാം, അത് വളരെ സത്യമാണ്. പക്ഷേ ഇന്നലെ സംഭവിച്ചതിൽ അങ്ങനെ ഒരു മതമൊന്നുമില്ലല്ലോ. ആരൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പോൾ കാശ്മീരിലിപ്പോൾ നല്ലതായിട്ട് വരുന്നത് കൊണ്ട് അതിനെ ഒന്ന് നശിപ്പിക്കാനായിട്ട് ഒരു അറ്റാക്ക്, അങ്ങനെ വെറുതെ ഒരു അറ്റാക്കല്ല അത്. അതിൻ്റെ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അത് പേര് ചോദിച്ച് അത് ഉറപ്പിലാക്കി എന്നിട്ടൊക്കെയാണ് ജീവനോടെ വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചത്. ഇതാദ്യമായിട്ടാണോ, ഇത് അവസാനമായിട്ടാവോ ഒക്കെ പറയാൻ വയ്യ. ആദ്യമായിട്ടല്ല, നമുക്കറിയാം. ചില സിനിമകൾ വരുമ്പോൾ നമ്മൾ പറയും, ഓ അത് പ്രൊപ്പഗാൻഡയാണ്, സൗകര്യത്തിന്. അതിലുള്ള പറഞ്ഞിരിക്കുന്നത് എല്ലാം റിസർച്ച് ചെയ്ത് അത് പഠിച്ച് കാശ്മീരിലുണ്ടായ കാര്യങ്ങൾ വെച്ച് അതിലുള്ള സത്യത്തിനേക്കാളും, കാരണം സത്യം അത്രമാത്രം കയ്പുള്ള, വേദന ജനിപ്പിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ഒരു ഡോസ് ഇത്തിരി കുറച്ചിട്ടാണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ സിനിമ. അത് കണ്ടിട്ട് എനിക്കറിയില്ലായിരുന്നു അതിലുള്ള പല കാര്യങ്ങളും. അപ്പോൾ
അത് അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ശരിക്കുമുള്ളതിനേക്കാളും കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ സത്യത്തെ ഞെട്ടിപ്പോയി. ഫുൾ വൈറ്റായിട്ടുള്ള ക്രാബ് ആപ്പിൾ. നമ്മളപ്പോൾ 3 ഷെയ്ഡ് കണ്ടു. പിങ്ക് കണ്ടു, പിങ്കും വൈറ്റും കൂടെ കണ്ടു, ഇതും വെറും വൈറ്റ്. അതും എന്ത് ഭംഗിയല്ലേ, എല്ലാ കളേഴ്സിനും അതിൻ്റേതായ ഭംഗിയില്ലേ. നമ്മളങ്ങനെ തന്നെയല്ലേ നമ്മുടെ മനുഷ്യരെയും ഈശ്വരൻ്റെ സൃഷ്ടികൾ എന്ന് പറയുന്ന ജീവജാലങ്ങളെ പറയുന്നത്. പക്ഷെ നമുക്ക് അഹങ്കാരം, എല്ലാത്തിനും അഹങ്കാരം, ചെയ്തതിനും അഹങ്കാരം, ചെയ്യാത്തതിനും അഹങ്കാരം. അങ്ങനെയുള്ള അഹങ്കാരികളാണ് ഇങ്ങനത്തെ കൊലപാതകങ്ങളും ഇങ്ങനത്തെ ക്രൂരമായ വികൃതികളും കാണിക്കുന്നത്. അല്ലെങ്കിൽ മക്കളെയും കുടുംബത്തിൻ്റെയും മുമ്പിലിട്ട് ഇങ്ങനെ ചെയ്യുമോ? നമുക്കൊരു പൂച്ചയുടെ കാലിൽ ഒരു അബദ്ധത്തിനൊരു അടി കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കും. അങ്ങനെയാണ് വേണ്ടത്. ശരിയാണ്, നോൺ വെജ് കഴിക്കുന്നവർക്ക് പറയാൻ എന്തെങ്കിലും അധികാരമുണ്ടോ? ഇല്ല. ഞാനും വെജിറ്റേറിയൻ അല്ല. നമ്മൾ ഓൾറെഡി മനുഷ്യരായിട്ട് മൃഗങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു വെജിറ്റേറിയൻ പറയുന്ന അത്ര അധികാരതയോടെ പറയാൻ പറ്റില്ല, നമ്മളെന്തിനു വേദനിപ്പിക്കണം ബാക്കിയുള്ളവരെ. പക്ഷേ നമുക്കൊരു ഈഗോ തീർക്കാൻ, നമുക്കൊരു പക തീർക്കാൻ വേണ്ടി കൊല്ലുന്നത്, അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് മതമായിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ. ഇപ്പോൾ ഈ അമേരിക്കയിൽ തന്നെ ഞാൻ ഇന്ന മതത്തിലാണ്, ഇന്ന രാജ്യത്തെയാണെന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആരെയും ചെയ്താൽ, അല്ല, ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോളേജിലൊക്കെ പോയിട്ടുള്ള, പഠിച്ചിട്ടുള്ള, വിദ്യാഭ്യാസമുള്ള, ഒരുവിധം പ്രായമുള്ള ആൾക്കാർ വരെ പലരും പറയാണ് ഇവിടെ ലോൺ മൂവിയിൽ അങ്ങനെ പല പല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് ഈ സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ. കാരണം തണുപ്പൊക്കെ ഒന്ന് മാറി തുടങ്ങി, മെയ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും ചെടി നടാനും എല്ലാത്തിനും തുടങ്ങും. അപ്പം അതിനൊക്കെ മുമ്പ് ലോൺ വൃത്തിയാക്കുന്ന പണി, പുറത്തെ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു സമയമാണ് ഇവിടെ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം. എനിക്കും ഇനി അതെല്ലാം തുടങ്ങണം. നമ്മൾ പറയുമല്ലോ, എപ്പോഴും ഒരു മോശം കാര്യം ഉണ്ടായാലും നമ്മൾ പിന്നെയും പിന്നെയും പുതിയ തുടക്കം എന്ന് പറഞ്ഞു പോകുന്നു. അതിൻ്റെ ഒരു ഭാഗം. ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും ഈ ചെടികളെയും പൂക്കളെയും ഒക്കെ കാണുന്നത്, ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊരു സൈഡിൽ കൂടെ വേദനകളെല്ലാം കാണും, കേൾക്കും, കുറച്ച് കരയും, കുറച്ച് ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും. എന്തുകൊണ്ടാണ്? നമുക്ക് ജീവിച്ചേ പറ്റൂ. പക്ഷെ ആ ജീവിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരെ പറ്റിയും ഒരു കൺസേൺ ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു ഭരതനാട്യം ടീച്ചറാണ്, കുറേ കൊല്ലങ്ങളായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ കുട്ടികളിൽ കാണുന്നത് അതാണ്. അച്ഛനമ്മമാർ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല. അത് ഇന്ത്യൻ കൾച്ചറിനെ പറ്റി ആയിക്കോട്ടെ, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളായിക്കോട്ടെ, ഒന്നും അറിയാതെ വളർത്തുകയാണ്. എന്നെയും അങ്ങനെ വളർത്തിയിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ മനസ്സിനകത്ത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആ ക്യൂരിയോസിറ്റി ഞാൻ കളയാതെ, ഇന്ത്യയിലായിരുന്നപ്പോഴും അത് കഴിഞ്ഞിപ്പോൾ ഇൻ്റർനെറ്റ് വന്ന ശേഷം അമേരിക്കയിലാണെങ്കിലും ഞാനത് കെട്ടുപോവാതെ ഞാൻ വളർത്തിയത് കൊണ്ടാണ് എനിക്കിപ്പോഴും നല്ല ടീച്ചറായിട്ടിരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഒരു നല്ല ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ആസ് എ ടീച്ചർ, ആസ് എ കൊറിയോഗ്രാഫർ, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ എം ട്രൈങ് ടു ഗെറ്റ് അപ്ഡേറ്റഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വരുന്നത്, ആ പേരൻസ് എൻ്റെ അടുത്ത് അയക്കുന്നതും കുറച്ചൊക്കെ അവരുടെ കൾച്ചറൽ അംബാസഡറായിട്ടാണ്. അവർക്ക് അഥവാ എന്തായാലും അറിയില്ലെങ്കിൽ, അവരെ കുട്ടികൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് ശ്രീദേവിയെങ്കിലും പറഞ്ഞു കൊടുക്കുമല്ലോ. അങ്ങനെയുള്ളൊരു കാര്യത്തിനും കൂടിയാണ് അവർ എന്നടുത്ത് അയക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത്. നമ്മുടെ കുടുംബത്തിലൊക്കെ തന്നെയുള്ള ആൾക്കാർക്ക് ഒന്നിനെപ്പറ്റി ഒന്നും അറിയണ്ട. അത് ഇന്ത്യയിലിപ്പോൾ ചെന്നൈ ആയിക്കോട്ടെ, തിരുവനന്തപുരം ആവട്ടെ, തൃശ്ശൂരാവട്ടെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, സ്വന്തം കാര്യം സിന്ദാബാദ്. ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഇന്ത്യക്കാരെ ആൻഡ് എസ്പെഷ്യലി ഹിന്ദുക്കളെ വീക്കാക്കുന്നത്. ബാക്കി എല്ലാവരും ഞാൻ മാത്രം നന്നായാൽ പോരാ, എൻ്റെ കൂടെയുള്ളവർ നന്നാവണം. അതൊരു ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഒക്കെ ആവട്ടെ, അവർക്കൊക്കെ
എൻ്റെ കൂടെയുള്ളവർ നന്നാവണമെന്നും കൂടെ ആഗ്രഹമുണ്ട്. അതേസമയം ഹിന്ദുക്കളുടെ ഇടയിലാണെങ്കിൽ അതുണ്ടോ എന്ന് ഞാൻ ഡൗട്ട് ചെയ്യുന്നു.